നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയിടുക. ഞാൻ അപ്പപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ ലോക്കറിനെ കുറിച്ചാണ്. ഈ ഡിജിറ്റൽ ലോക്കറിൽ നമ്മളുടെ ഡോക്യുമെന്റ് സൂക്ഷിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഡിജിറ്റൽ ലോക്കറിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിജിറ്റൽ ലോക്കറിൽ എങ്ങനെയാണ് നമ്മൾ സൈൻ ഇൻ ചെയ്യുക, എങ്ങനെയാണ് അതിൽ രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കണ്ടുനോക്കാം. ഇപ്പോൾ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്, വാഹന പരിശോധനയ്ക്ക് ഡിജിറ്റൽ ലോക്കറിലെ ലൈസൻസ് കാണിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ ഡിജിറ്റൽ ലോക്കർ എന്നുള്ളത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലിങ്കായിട്ട് നമുക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ ലോക്കർ. gov.in എന്ന് പറയുന്ന ഡൊമൈൻ നെയിമിലാണ് ഈ ഡിജിറ്റൽ ലോക്കർ ഉള്ളത്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാം. വാഹന പരിശോധനയ്ക്ക് നമുക്ക് ഗവൺമെൻറ് ഓഫ് കേരള ഇപ്പോൾ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഒറിജിനൽ ലൈസൻസ് ആവശ്യമില്ല, അതിന് പകരം ഡിജിറ്റൽ ലോക്കറിലുള്ള വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിച്ചാൽ മതി. അതായത് ലൈസൻസ്, വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, ഇതൊക്കെ നമുക്കിതിലേക്ക് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ്. നമുക്കിതിൽ സൈൻ ഇൻ ചെയ്യാം. നമുക്കിതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. നമ്മളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമുക്കിതിൽ എൻ്റർ ചെയ്തിട്ട് നമുക്കിതിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഇല്ലാത്തവർ സൈൻ അപ്പിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ജിമെയിൽ അക്കൗണ്ടിലാണ് നമ്മളുടെ യൂസർ നെയിം ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് സൈൻ ഇൻ കൊടുക്കാം. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ആധാർ കാർഡ് ലിങ്ക് ചെയ്യാനുള്ള നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഡിജിറ്റൽ ലോക്കർ പ്രൊഫൈലാണ്, അതിൽ ലിങ്ക് വിത്ത് ആധാർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആധാർ കാർഡ് നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്കത് ടിക്ക് ഇട്ട് ലിങ്ക് നമുക്ക് വെരിഫൈ കൊടുക്കാം. വെരിഫൈ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്, OTP നമ്പർ, വൺ ടൈം പാസ്വേഡ് നമുക്ക് വരും. അപ്പോൾ ആ വൺ ടൈം പാസ്വേഡ് നമ്മളെ മൊബൈലിൽ നോക്കിയിട്ട് അത് നമുക്കിത് എവിടെ കാണാം, മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് അക്കങ്ങൾ അതിൽ ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും പോവുക. നമുക്ക് എന്നിട്ട് ആ OTP ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ കൊടുക്കാം. വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യുവർ ആധാർ പ്രൊഫൈൽ ഈസ് ലിങ്ക്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഇതിൽ ലിങ്കായി. ഓട്ടോമാറ്റിക് നമ്മുടെ പ്രൊഫൈൽ ഇതിലേക്ക് ലോഡാവും. നമ്മുടെ പേര്, അഡ്രസ്സ്, ആധാർ കാർഡ് നമ്പർ, എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇഷ്യൂഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് ആധാർ കാർഡ് ലിങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ലിങ്ക് ചെയ്യാം. നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഡാഷ്ബോർഡിലാണ് ഇരിക്കുന്നത് ഓൾറെഡി. നമുക്ക് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ലിങ്കിൽ ഒരു ബട്ടൺ ഉണ്ട് ഡാഷ്ബോർഡിൻ്റെ തൊട്ടടിയിലായിട്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഡിജി ലോക്കർ നമ്മുടെ മൊബൈലിലും അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക്, മൊബൈലിലുള്ള ലിങ്കും നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സിൽ ആധാർ കാർഡ് ലിങ്കായി കാണിക്കുന്നുണ്ട്. നമുക്കിത് എവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇത് സേവ് ഉണ്ട്. അതുപോലെ തന്നെ PDF നമുക്ക് ഡയറക്റ്റ് ലഭിക്കും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഡോക്യുമെൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ വരുന്നുണ്ട് പാർട്ണർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ. അപ്പോൾ അവിടെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡോക്യുമെൻ്റാണ് നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് എന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്. ഈ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റിലും ഇതിൽ നമുക്ക് ലിങ്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ലൈസൻസ് ആണ്. അപ്പോൾ ലൈസൻസ് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പാൻ കാർഡൊക്കെ നമുക്ക് ഇതിൽ ലിങ്ക് ചെയ്യാം. സ്റ്റേറ്റ് കൗൺസിൽ തമിഴ്നാട് കാണാനല്ലോ.
മിനിസ്റ്ററി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആൾ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞതിലുണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് ഇതൊക്കെ കിട്ടും. ടാക്സ് റെസീപ്റ്റൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ആ നെയിം ഇതിൽ വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും ഓൾറെഡി അതിൽ വന്നിട്ടുണ്ട്. ആധാറിലുള്ള അതുപോലെ തന്നെയായിരിക്കും ഇതിൽ വരിക. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ തെറ്റാതെ നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൺ ഓഫ്, വൈഫ് ഓഫ്, ഡോക്ടർ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മളെ ഇതിലെന്താണോ നമ്മുടെ ലൈസൻസിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ടിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുക. ഗെറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഡിജി ലോക്കറിലേക്ക് RTOൻ്റെ സൈറ്റിൽ നിന്ന് ഡാറ്റ ലോഡ് ആവുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ഓൾറെഡി ഡോക്യുമെൻ്റ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വ്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൽ കാണാൻ കഴിയും, ഡിജിറ്റൽ സൈനോട് കൂടിയ. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് വാഹന പരിശോധനയ്ക്ക് കാണിച്ചാൽ മതിയാവും. ഈ ഡോക്യുമെൻ്റ് കാണിക്കുകയാണെങ്കിൽ വേറെ നമുക്ക് ലൈസൻസ് കൈ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഡോക്യുമെൻ്റ് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഡിജി ലോക്കറിൻ്റെ സംവിധാനം പ്രയോജനപ്പെടുത്തുക. എല്ലാ ഡോക്യുമെൻറ്റ്സും ഇതിൽ മാക്സിമം ഡോക്യുമെൻറ്റ്സ് ഇതിൽ ലിങ്ക് ചെയ്ത് വെക്കാൻ നോക്കുക. ഇത് ഡിജിറ്റൽ സൈനോട് കൂടിയ ഡോക്യുമെൻ്റാണ്. ഇനി എല്ലാ ഡോക്യുമെൻറ്റും ഇങ്ങനെയാണ് നമുക്ക് ലിങ്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരിക. അപ്പോൾ എല്ലാവരും ഈ സംവിധാനം ഒന്ന് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഇറ്റ്സ് മീ അശ്വിൻ ദേവ്. ബൈ.